السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين. أما بعد. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സിഹിർ എന്നുള്ള ഒരു മാറ്ററിനെ കുറിച്ചാണ്. ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും പേടിക്കുന്നതുമായ ഒരു വിഷയമാണ് സിഹിർ എന്നുള്ളത്. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ഒരു അന്ധവിശ്വാസമാണ്, നമുക്കെന്തെങ്കിലും സംഭവിക്കുമ്പോൾ, നമുക്കെന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ, നമുക്കെന്തെങ്കിലും രോഗങ്ങൾ സംഭവിക്കുമ്പോൾ അതൊക്കെയും ആരോ സിഹിർ ചെയ്തിട്ടാണ്, ആരോ നമുക്കെന്തോ ചെയ്തിട്ടാണ് എന്ന ഒരു വിശ്വാസം പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിൽ വ്യാപകമായി നിലനിൽക്കുന്ന ഒന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സിഹിർ എന്നുള്ളത് അത് ഇസ്ലാമികമായി സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്, യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഹദീസുകളെ കൊണ്ട് വളരെ വ്യക്തമായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സിഹിർ ചെയ്ത സംഭവം ഹദീസുകളിൽ വ്യക്തമാണ്. പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലെ മുഅവ്വിദത്തൈനി എന്ന് പറയപ്പെടുന്ന ആ സൂറത്തുകൾ ഇറങ്ങാനുള്ള സബബും കൂടിയാണ് നബി തങ്ങൾക്ക് സംഭവിച്ച സിഹിർ എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ പേരിൽ ഇന്ന് നമുക്ക് സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം മറ്റുള്ള ആളുകൾ സിഹിർ ചെയ്തിട്ടാണ് എന്ന ഒരു അന്ധവിശ്വാസം നമ്മൾ വെച്ചു പുലർത്തരുത്. കാരണം സിഹിർ സംഭവിക്കണമെങ്കിൽ അത് മറ്റുള്ളവർ തന്നെ ചെയ്തിട്ടാകണമെന്നില്ല. മറിച്ച് നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളെ കൊണ്ട്, നമ്മുടെ സ്വന്തം കരങ്ങളെ കൊണ്ട്, നമ്മുടെ ചില കാര്യങ്ങളെ കൊണ്ട് തന്നെ സിഹിർ നമുക്ക് സംഭവിക്കാം. നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഇന്ന് കൂടുതലും ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ചും പരിശുദ്ധമായിരിക്കുന്ന ശരീഅത്ത് നമുക്ക് പഠിപ്പിക്കുകയാണ്, നമ്മുടെ പ്രത്യേകിച്ചും സ്ത്രീകൾ അവർക്കുള്ള നഖം, അതുപോലെ തന്നെ മുടികളൊക്കെ, ശരീരത്തിൽ നിന്ന് വേർപെട്ട മുടികളും നഖങ്ങളും അത് കുഴിച്ചു മൂടണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ അത്തരം ഒരു കാര്യത്തിൽ നമ്മൾ വലിയ ഒരു ശ്രദ്ധ പുലർത്താത്തത് കൊണ്ട് തന്നെ, അത് വലിയ ഒരു ഗൗനിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും നഖം മുറിച്ചാലും, മുടി നാം മുറിച്ചെടുത്താലും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോയാലൊക്കെയും അതിന് നാം എവിടെയൊക്കെയോ വലിച്ചെറിയും, പുറത്തേക്ക് വലിച്ചെറിയും, അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എവിടെയെങ്കിലും ജനലിൻ്റെ ഭാഗത്തോ മറ്റോ കുത്തിവെക്കാറ് പതിവാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് ഏറ്റവും വലിയ ഒരു അപകടം വരുത്തുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. പ്രത്യേകിച്ചും സ്ത്രീകൾ അവർക്കുള്ള പീരിയഡിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ, പണ്ടൊക്കെ നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ ഉമ്മമാരൊക്കെ ഇത്തരം സമയങ്ങളിൽ ഉപയോഗിക്കുന്ന തുണിക്കഷ്ണങ്ങൾ അത് കഴുകി ശുദ്ധിയാക്കിയിരുന്നു. എന്നാൽ ഇന്നൊക്കെ അങ്ങനെയല്ല. അത്തരം വസ്തുക്കളെ പുറത്തെവിടെയെങ്കിലും വെക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ നമുക്ക് സിഹിർ സംഭവിക്കാൻ, നമുക്ക് വലിയ വലിയ രോഗങ്ങൾ സംഭവിക്കാൻ, ആഫത്ത് മുസീബത്തുകൾ എത്താൻ ഇത് തന്നെ നമുക്ക് മതിയാവുന്നതാണ്. മറ്റാരും നമുക്ക് സിഹിർ ചെയ്യേണ്ടതില്ല. മാത്രമല്ല, സിഹിർ ചെയ്യുന്ന ആളുകൾക്ക് പോലും ഇത്തരം വസ്തുക്കൾ വലിയ നിലക്ക് അവർക്ക് പ്രയോജനം ലഭിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെ കൊണ്ട് തന്നെ
നേരത്തെ സൂചിപ്പിച്ച നഖം, മുടികളെ കൊണ്ട്, അതുപോലെ നമ്മുടെ വസ്ത്രകഷ്ണങ്ങളെ കൊണ്ട് സിഹിർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്. പലരും ഇന്ന് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. നമ്മൾ നഖം മുറിച്ചാലും മുടി മുറിച്ചെടുത്താലും അതൊക്കെയും നാം കുഴിച്ചു മൂടണം. അല്ലാത്ത പക്ഷം വലിയ ഒരു ആഫത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. പലയിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ കാണാനും അത് ചികിത്സിക്കാനും സാധിച്ച അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ഉമ്മമാർക്കുള്ള ഉൾവസ്ത്രങ്ങളെ കൊണ്ട് സിഹിർ ചെയ്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്കുള്ള മുടികളെ കൊണ്ട്, നഖങ്ങളെ കൊണ്ട് സിഹിർ ചെയ്ത പലതും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് സിഹിർ മറ്റാരും ചെയ്യണമെന്നില്ല. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് സിഹിർ സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ വളരെയേറെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അള്ളാഹുവിനോട് എന്നും നാം സിഹിറിനെ തൊട്ട് കാവൽ ചോദിക്കേണ്ടതുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സിഹിർ മുഖേനയാണ്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തോ ചെയ്തത് കൊണ്ടാണ് എന്ന് നാം വിചാരിച്ചു പോകരുത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഒന്നിനെ നാം മറ്റുള്ളവരുടെ മേൽ ആരോപിക്കുമ്പോൾ, മറ്റുള്ളവരുടെ കുറിച്ച് നാം കുറ്റം പറയുമ്പോൾ, നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്കതിന് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് നാം സൂക്ഷിക്കണം എന്നാണ് ഈ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള സിഹിറുകളിൽ നിന്നും, ആഫത്ത്, ബലാ, മുസീബത്തുകളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് മോചനം നൽകുമാറാവട്ടെ, നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു ഷിഫാ നൽകി പരിപൂർണമായ ആഫിയത്തും ആയുരാരോഗ്യവും നമുക്കെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വിഷയവുമായി നമുക്ക് പിന്നീട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.